തിരുവനന്തപുരം ക്ഷേത്രത്തിൽ തീപിടുത്തം. ഇടയാർ നാരകത്തറ ക്ഷേത്രത്തിലാണ് തീപിടുത്തം. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വലിയ ഫയർ എഞ്ചിനൊക്കെ തന്നെ അവിടെ കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം നാട്ടുകളിൽ നിന്നും ഒപ്പം ഇവർ പറയുന്നത് ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു. നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടത് ഒരു 7:30 സമയത്താണ്. അപ്പോഴത്തേക്കും ഇത് നല്ല വ്യാപകമായിട്ട് കത്തി. കാരണം ഇത് കൂടുതൽ കത്താൻ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം 3/4% തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 100-400 വർഷം പഴക്കമുള്ള ഒരു തറവാടാണ്. നാരകത്തറ ക്ഷേത്രമാണ്. പോയിട്ട് ഇതിന്റെ ആക്കം കൂട്ടിയത് ഈ തടി ആയതുകൊണ്ടാണ് വീടിന്റെ ഈ തീ ഇത്രയും ആക്കം കൂട്ടാൻ കാരണം. സംഭവം അറിഞ്ഞ് ഞാനോട് എത്തി ഫയർഫോഴ്സിന്. പക്ഷെ നമുക്ക് ഫയർഫോഴ്സ് വരേണ്ട, അതായത് വലിയ ഫയർഫോഴ്സ് ഉണ്ടെങ്കിൽ കയറേണ്ട സംവിധാനം. നമുക്കൊരു പാലത്തിന്റെ ഒരു പണി നടക്കുകയായിരുന്നു. അത് മേയർ അനുവദിച്ച് തരാത്തതുകൊണ്ടാണ് ഇത്രയും താമസം. 3 വർഷം കൊണ്ട് ഇതിനു വേണ്ടി കയറി ഇറങ്ങി ഈ പാലം നമുക്ക് പണി ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അത് അത്രയും ഈ വലിയ ഫയർഫോഴ്സ് വന്നെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവൂലേ, അത് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. വിവരങ്ങളുമായി സിജോ വി ജോൺ ഉണ്ട്. സിജോ, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായോ? തീ നിയന്ത്രണ വിധേയമാണ്. ഏകദേശം അണച്ചുവെന്ന് പറയാം. നമ്മളിപ്പോൾ കാണുന്നത് ഈ അണച്ച ഈ വസ്തുവാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തോട്ട് കയറി ഈ ഷീറ്റ് മാറ്റി കൂടുതൽ ഉള്ളിൽ ഈ പ്രദേശങ്ങളിലോട്ട് കയറി പൂർണ്ണമായി അവിടെ അണയ്ക്കാനുള്ള നടപടികളിലോട്ട് പോവുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. പൂർണ്ണമായും തടിയും അതോടൊപ്പം തന്നെ ഇതുപോലെ ഷീറ്റൊക്കെ വെച്ചാണ് നിർമ്മിച്ചിരുന്നത്. തടിയായിരുന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ തീ കത്തി, വളരെ ഉയർന്നു തന്നെ തീ കത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ കെട്ടിടം ഏകദേശം പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ ഷീറ്റുള്ള ഇതിന്റെ ഒരു വശം തീ അണച്ച് അകത്ത് ഷീറ്റ് പുറത്തേക്ക് മാറ്റി അവിടെ നിന്ന് വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്ത് അടച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ നമ്മൾ ഈ കാണുന്ന പ്രദേശം മാത്രമല്ല, അകത്തേക്ക് കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. അവിടെ കത്തി അമർന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ഷീറ്റൊക്കെ മാറ്റി അവിടെ പൂർണ്ണമായും അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. ഇവിടെ നേരിട്ട് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് ഇമ്മീഡിയറ്റ്ലി തന്നെ എത്തിയിരുന്നു. പക്ഷേ ഈ ഇങ്ങോട്ട് കയറുന്ന സ്പേസ് എന്ന് പറയുന്നത് ചെറിയൊരു വഴിയാണ്, ഒരു പാലമാണ്. ഫയർഫോഴ്സിന്റെ വലിയ വാഹനങ്ങൾക്ക് ഉള്ളിലേക്ക് കയറി വരാൻ സാധിക്കുന്ന അവസ്ഥയായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം ചെറിയ വാഹനമാണ് കയറി വന്നത്. അവര് ആ വാഹനത്തിൽ നിന്ന് പമ്പ് ചെയ്ത് വെള്ളം ഇത് കടത്തുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. തുടർന്നാണ് സമീപത്തുള്ള സ്ഥലത്ത് സോഴ്സസിൽ നിന്ന് വെള്ളം എടുത്ത് അണയ്ക്കുന്ന ഒരു ഇതിലേക്ക് പോയത്. എന്തായാലും എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും വലിയ അപകടങ്ങൾ ഉണ്ടായില്ല. ഇത് കെട്ടിടം കത്തി നശിച്ചു എന്നുള്ള ആളപായം ഉണ്ടായിരുന്നില്ല. ഇവിടെ ആളുകൾ താമസിച്ചിരുന്നതായിരുന്നു നേരത്തെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ താമസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇതൊരു കലവറയായി തന്നെയാണ് ഉപയോഗിച്ചിരുന്നതെന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ഇടയാർ നാരകത്തറ ക്ഷേത്രത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണെന്നാണ് മനസ്സിലാക്കുന്നത്. സിജോ ബി ജോണാണ് വിവരങ്ങൾ നൽകിയത്.